നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഈ സംഖ്യമാനങ്ങളുണ്ടല്ലോ, സത്യം പറയാമല്ലോ, ഇവരുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നുണ്ട്. കരഞ്ഞങ്ങ് മെഴുകുക. സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി അതിലൂടെ കമന്റ് പറയാൻ പോലും ധൈര്യമില്ലാത്ത, തന്തക്ക് പറക്കാത്ത ഈ ചാണക ഓളികളെ ഞാൻ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഈ പശ്ചിമ ബംഗാളിലും പശുക്കളെ കൊണ്ടുവന്ന് ഈ ലോറിക്കകത്ത് കൊണ്ടുവന്ന് ഈ മാർക്കറ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. കാരണം അവിടുത്തെ മുസ്ലിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഈ ബക്രീദിന് പശുവിനെ ഒന്നും അറക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട, കാരണം നിങ്ങളുടെ ഗോമാതാവായതുകൊണ്ട് നിങ്ങൾ ഇതിനെ കൊണ്ട് സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ഈ സംഖ്യ വേട്ടാവളിയന്മാർ. അതായത് ഈ പശു സംരക്ഷണ സേന എന്ന് പറഞ്ഞ് കുറെ മതം തലക്ക് പിടിച്ച് കഞ്ചാവും വെള്ളവും അടിച്ച് നടക്കുന്ന മനുഷ്യൻ ഏതാണ് മൃഗം ഏതാണെന്ന് തിരിച്ചറിയാത്ത ചില നാറികളുണ്ട്. ആ ഇനത്തിൽപ്പെട്ടിട്ടുള്ള നായ്ക്കളാണ് നമ്മുടെ കമന്റ് ബോക്സ് വന്നിട്ട് ഇമ്മാതിരി കമന്റ് ഇടുന്നത്. ഒരുത്തിന് ഇട്ടിരിക്കുന്നതാണ്, ഇവിടെ മുസ്ലിം തക്കാളി കഴിവേറി മുഹമ്മദ് നബി മാനവരിൽ മഹാമോഹനാണ്. ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നീ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചതാണെങ്കിൽ നിന്റെ ഫേസ് കാട്ടിയിട്ട് നിന്റെ മുഖം നീ കാണിച്ചിട്ട് വേണം നീ വന്നിട്ട് കമന്റ് ഇടാൻ. ഞാൻ ഈ ചെയ്തിട്ടുള്ള 10, 2000, 3000 വീഡിയോകളുണ്ട്. ഈ 3000 വീഡിയോസ് നീ ഒന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരൊറ്റ വീഡിയോയിൽ പോലും നിന്റെ മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ദൈവങ്ങളെ കുറിച്ചിട്ടോ എൻ്റെ വായിൽ നിന്നും ഇങ്ങനത്തെ വർത്താനം വരില്ല. അതെന്താണെന്നറിയാമോ? എന്നെ ജനിപ്പിച്ചതേ നല്ല നട്ടലുള്ള നല്ല ഈമാനുള്ള ഒരു തന്തയായതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയില്ല. പിന്നെ എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും മറ്റു മതങ്ങളെ തള്ളിപ്പറയാനോ അവരുടെ വിശ്വാസങ്ങളിൽ കയറി കോലിട്ടിളക്കരുതെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കലും അവരുടെ വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മതത്തെക്കുറിച്ചിട്ടോ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ടൊന്നും ഇന്നേ വരെ അത് ഇതുപോലത്തെ തെമ്മാടിത്തരവും തോന്നിയാസവും ഞാൻ പറഞ്ഞിട്ടില്ല. നെറ്റ് ബോംബ് ദാവൂദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്നത്. തന്തയ്ക്ക് പറക്കാത്ത നാറികളോടൊക്കെ നമ്മൾ ഇനി എന്താണ് പറയേണ്ടത് അല്ലേ? വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ കാളിച്ചേട്ടൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാളിച്ചേട്ടൻ നല്ല ഒന്നാന്തരം കറതീർന്ന RSSകാരനാണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടിട്ട് അത് വലിച്ചു ഊരിയെടുക്കുമ്പോൾ അതിങ്ങനെ വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അല്ലേ? എങ്കിലും അണ്ണൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയും. 11,000 ലിറ്റർ പുഴയിൽ ഒഴുക്കി കളഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഒഴുക്കിക്കളഞ്ഞതിനെതിരെ അണ്ണൻ ശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്തു, അണ്ണന് ഫുൾ സപ്പോർട്ടും കൊടുത്തായിരുന്നു. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ആദ്യം വന്ന് വീഴുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ഈ കോണകസ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടല്ലോ, കോണകമൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ പുള്ളി റോഡിലൂടെ ഇങ്ങനെ നടക്കും. സ്ത്രീകളൊക്കെ വന്നിട്ട് ഇയാളുടെ ആ വാഴയ്ക്ക തൊട്ട് മുത്തുന്നതും, പിന്നെ ഈ സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് ഈ കോണകം കൊടുത്തുകൊണ്ട് ചെന്നിട്ട് അവരുടെ അടുത്ത് കുശലം പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വേട്ടാവളിയൻ സത്യം പറയാം നമ്മുടെ രാജ്യത്തിന്റെ എന്താ പൈതൃകത്തെയോ അല്ല നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണോ ഇത്? ഈ തുണിയും കോണാനും ഇല്ലാതെ ഇങ്ങനെ വരുന്നവനെയൊക്കെ നമ്മുടെ നിയമപാലകർ, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന നിയമപാലകർ ഈ വേട്ടാവളിന് എസ്കോർട്ടായിട്ട് ഇവന്റെ കൂടെ ഓടുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറയാം ലോകരാജ്യങ്ങൾ ഇതൊക്കെ കാണുമ്പം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭരണകൂടത്തെയും പുച്ഛിച്ച് തള്ളത്തതേ ഉള്ളൂ. പൊന്ന് കാളയാണ് ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഞങ്ങൾ മറുപടി പറയാതിരിക്കുന്നത്? പിന്നെ അണ്ണൻ ഈ വീഡിയോയിൽ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ജിഹാദികൾക്ക് ഈ ലൊട്ടയുടെ മറ്റേ കിടുങ്ങാമണി കാണണം, കാണാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞത്. അണ്ണ എത്രത്തോളം തരംതാന്ന് പോലെ അണ്ണൻ കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചത്. പക്ഷേ എല്ലാം കണക്കാ. നമുക്ക് അണ്ണൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാകത്തുള്ളൂ. ഇദ്ദേഹത്തിന് അറിയില്ലേ നിങ്ങളെല്ലാവരും കളിയാക്കി വിളിക്കുന്ന കോണകസ്വാമി എന്ന് പറയുന്ന ദാദാ സദ്ഗുരു. ഇവിടെ പല ആളുകൾക്കും അദ്ദേഹത്തിന്റെ കോണത്തിന്റെ ഉള്ളിലോട്ടാണ് നോട്ടം. ആ കോണകൊന്നും മാറി അദ്ദേഹത്തിന്റെ ആ സാമാനം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഇവിടുത്തെ പല ആളുകളും, പ്രത്യേകിച്ച് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതൊന്നും മാറി അതൊന്ന് കണ്ടിരുന്നെങ്കിൽ പുണ്യം കിട്ടിയനെ എന്ന് കരുതിയിട്ടായിരിക്കാം സദ്ഗുരുവിന്റെ കാലിന്റെ ഇടയിലോട്ടാണ് നോട്ടം. അദ്ദേഹം ഒരു കോണകം ഉപയോഗിച്ചുകൊണ്ട് നടന്നു പോകുന്നു. ഇവിടെ നമ്മൾ കാണാം വലിയ ഫ്ലക്സ് കെട്ടിയിട്ടൊക്കെ ഷെഡിയുടെ പരസ്യം, ഒരു ഷെഡി മാത്രം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ആർക്കും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ ബ്രൈസർ മാത്രം ഇട്ടുകൊണ്ട് വലിയ വലിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹം കോണകം ചുറ്റുന്നത് വലിയ പ്രശ്നമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്നവന്മാരുടെ വീട്ടുകാർക്ക് ഇദ്ദേഹത്തിന്റെ ആ സുനാമണി ഒന്ന് കാണണം. അത് കാണാത്തതിന്റെ ഒരു പ്രതിഷേധമാണ് ഈ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിലോട്ട് വരാം. നർമ്മദാ നദിക്ക് ചുറ്റും 3600 കിലോമീറ്റർ അദ്ദേഹം പരിക്രമണം ചെയ്യുകയാണ്. അത് ശരിക്കും നർമ്മദാ നദിയുടെ ഒരു അശുദ്ധിയെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നശിച്ചു കിടക്കുന്ന ആ നദിയെ ഒരു പുനർജീവനം നൽകാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിനോടൊരു വെല്ലുവിളി കൂടിയാണത്. അദ്ദേഹം
ഒരു ഗ്ലാസ് നർമ്മദാ നദിയിലെ വെള്ളം കുടിച്ചിട്ടാണ് ഈ 3600 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭക്ഷണം അയക്കില്ല. ഇപ്പോഴും ഓരോ ഡോക്ടർമാർ അദ്ദേഹത്തിന് പ്രഷറും കാര്യങ്ങളൊക്കെ പോണ വഴിക്കൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ആരും ഇവിടെ സംസാരിക്കുന്നേ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ കോണവും ഇദ്ദേഹത്തിൻ്റെ സുനാമണിയും കാണണമെന്നുള്ള ആഗ്രഹത്താൽ അദ്ദേഹത്തെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ആളുകൾ. പക്ഷേ ഈ മനുഷ്യൻ ഒരു നുള്ളു ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഈ 3600 കിലോമീറ്റർ ഈ പറയുന്ന നർമ്മദാ നദിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആരും പറയുന്നില്ല. ഇദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് കുറേ ഡോക്ടർമാർ കൂടി ചെക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ആരോ പറഞ്ഞു ഇദ്ദേഹം തീരാൻ പോവാണ്, വലിയ കോണകസ്വാമിയാണ്. പക്ഷേ ആള് ഇതാ ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ ഡോക്ടർമാർ വേണ്ടി വന്നു, ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സിദ്ധിയൊന്നുമില്ല എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. അത് അദ്ദേഹവും പറയുന്നില്ല ദൈവത്തിൻ്റെ സിദ്ധി ഉണ്ടെന്നൊന്നും. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു ന്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരനൊരു ഭക്തിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ഗുരുവാണെന്ന് പറയുന്നുണ്ട്. പല ആളുകളുടെയും ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പറയുന്ന ലോകത്തെക്കുറിച്ചോ നിങ്ങൾ പറയുന്ന നാണം, മാനം, അത് ഇത്, അസൂയ, കുശുമ്പ് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം നിങ്ങളെപ്പോലത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോണകമെങ്കിലും ചുറ്റിയത്. ഇല്ലെങ്കിൽ അദ്ദേഹം അതും ചുറ്റില്ലായിരുന്നു. കാരണം പുള്ളിക്കാരന് ഈ നാട്ടിലെ നാണം, മാനം, അസൂയ, കുശുമ്പ്, ദേഷ്യം ഇതൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം അദ്ദേഹത്തിനില്ല. നിങ്ങൾ കഴിക്കുന്ന പോലത്തെ ഭക്ഷണം അദ്ദേഹത്തിന് വേണ്ട, ഇതൊന്നും വേണ്ട. ചാൻസ് കുറവാണ്. നിന്റെയൊക്കെ വീട്ടുകാർക്ക് ഇതിന്റെ സുനാമണി കാണിച്ചു കൊടുക്കാൻ ഒരു രക്ഷയില്ല. അദ്ദേഹം അത് വ്യക്തമായി മറച്ചു വെക്കുന്നുണ്ട്. അതിന്റെ സങ്കടമാണ് നിങ്ങൾക്കെന്ന് ഞങ്ങൾക്കറിയാം. ഒരു സുന കാണാത്ത സുഡാപ്പിയുടെ രോദനം ഞങ്ങൾ മനസ്സിലാക്കുന്നു. താങ്ക് യുടാ മുത്തുമണികളെ. ഓരോ സുനവാണന്മാര്. അപ്പൊ നമ്മുടെ കാളിയണ്ണൻ ടെക്നോളജി അണ്ണനാണ് ഇത് കേട്ടോ. എടാ, ഇവിടുത്തെ സുഡാപ്പികൾക്കൊന്നും അല്ലെങ്കിൽ ഇവിടുത്തെ നീ പറഞ്ഞ കണക്ക് മറ്റു മതവിശ്വാസികൾക്കൊന്നും കോണകസ്വാമിയുടെ സുനാപ്പിക്കേഷൻ ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. എടാ, ഈ നിന്റെ സമുദായത്തിൽപ്പെട്ട നല്ല തലയ്ക്കകത്ത് വിവരവും ബോധവുമുള്ള, അതായത് ചാണകമല്ലാത്ത ഹൈന്ദവ സഹോദരങ്ങളില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ വിമർശിക്കുന്നത്. ഇവിടെ മഹാകുംഭമേള വന്നപ്പോൾ ഈ അഘോര വനത്തിലെ സന്യാസിമാർ നമ്മുടെ നാട്ടിലേക്ക് വന്നായിരുന്നു അല്ലേ. അവരും ഇതുപോലെ ചില കോണകം കൊടുത്തവരുണ്ടായിരുന്നു. ചിലർക്കൊന്നും കോണകം പോയിട്ട് നൂൽ ബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനൊന്നും അംഗീകരിക്കാമോ? അങ്ങ് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ ചിലപ്പം ഇതൊക്കെ അംഗീകരിക്കും. പഞ്ചാബിൽ പോയാണ്ടല്ലോ അവന്മാർ അടിച്ച് ഓടിക്കും, എന്നിട്ട് തുണി ഉടിപ്പിച്ചിട്ടാണ് അവിടെ വിടുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ മോൻ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാടാ ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അത് അയാളെ പറയുന്നതിന് പകരം ആ ഒരു സമുദായത്തെ മൊത്തം വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ ടെക്നോളജി അണ്ണാ? അണ്ണൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അണ്ണൻ ഇനിയിപ്പോൾ നാളെ നല്ലത് പറഞ്ഞാലും അതിനെ നല്ലതെന്ന് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അണ്ണന് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുമ്പോൾ അണ്ണാ കുറച്ചും കൂടി ഉളുപ്പ് വേണം, മാനം വേണം കേട്ടാ. അത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് വരല്ലേ, മോശമാണ് അതൊക്കെ. ഒന്നുമില്ലെങ്കിലും നല്ല തണ്ടിയും തടിയും ഒക്കെ ഉള്ള ഒരാളല്ലേ, തലയ്ക്കകത്ത് കുറച്ചെങ്കിലുമൊക്കെ ബോധം ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്താണെന്നാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? നമ്മളെ കൊണ്ട് തന്നെ നല്ലതും പറയിപ്പിക്കും ചീത്തയും പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അണ്ണൻ കുറച്ചുകൂടെ ഒന്ന് കാര്യഗൗരവമായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടെന്നും പറഞ്ഞ് അണ്ണൻ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരാതെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനെ ശക്തമായ ഭാഷയിൽ ഈ കോണകസ്വാമിയുടെ ഈ ലീലാവിലാസങ്ങൾ ഈ വാഴയും തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വേണമെങ്കിൽ കുറച്ച് വീഡിയോകൾ വേണമെങ്കിൽ കുറച്ച് കമൻറ്റുകളൊക്കെ വേണമെങ്കിൽ അണ്ണൻ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് അയച്ചു തരാം. ഇതേപോലെ ഒന്ന് റിയാക്ട് ചെയ്യാൻ അണ്ണനെ കൊണ്ട് പറ്റുമോ? എന്തിനാണ് അണ്ണ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോണകസ്വാമിക്കും നമ്മുടെ അണ്ണനും ടെക്നോളജി അണ്ണനും നിങ്ങൾ തന്നെ മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.